വൈകിട്ട് എന്താ എല്ലാവർക്കും പരിപാടി? എല്ലാവരും ജോലിയൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ടിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ എൻ്റെ വൈകിട്ടത്തെ കലാപരിപാടികൾക്ക് തുടക്കമായതേ റൂം എല്ലാം തൂത്ത് വാരിയിട്ട് ആ തിണ്ണയും കൂടെ ഒന്ന് തൂത്തിട്ട് നമുക്ക് ബാക്കിയുള്ള കലാപരിപാടികൾ തുടങ്ങാം. ഈ കൊച്ചു ചെറുക്കനെ ഞാൻ എഴുതാനെന്ന് പറഞ്ഞ് അവിടെ പിടിച്ചിരുത്തിയതാണ്. പക്ഷേ അവൻ എഴുതിയില്ല. അവൻ എൻ്റെ പുറകെ ഇറങ്ങിപ്പോയിരുന്നു. ഞാൻ വലിയ കാര്യത്തിൽ ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ട് ചുമ്മാ ഇരുന്നിട്ട് ഒരു കാര്യമില്ലല്ലോ. എൻ്റെ ആദ്യത്തെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് യൂട്യൂബ് ചാനൽ ഫുൾ മോണിറ്റൈസേഷൻ ആക്കുക എന്നുള്ളതാണ്. ഹാഫ് മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. എന്തെങ്കിലും പ്രയോജനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഫുൾ മോണിറ്റൈസേഷൻ തന്നെ ആകണം. അപ്പം എന്തായാലും ഈ 2026 അതിനുവേണ്ടി ഒന്ന് എങ്ങനെയോ പരിശ്രമിക്കാം. എന്തോ ഒന്ന് പറയുമല്ലോ, കിണഞ്ഞ് പരിശ്രമിക്കാം എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ. എന്താണെന്നറിയത്തില്ല, നാക്ക് വല്ലാതെ ഉടക്കുന്നു. വിചാരിച്ചോല്ലൊന്നും പറയാനും പറ്റുന്നില്ല. അതൊക്കെ വിട്, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഈ ചെറുക്കൻ ഇവിടെ നിന്ന് എന്തോ കാണിക്കുവാന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞാനൊരു സൈഡിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ട് വരുമ്പം അവൻ വാഴയുടെ എല്ലാം പൊളിച്ച് അവിടെ ഇടുന്നുണ്ട്. ഇതാണ് എൻ്റെ സൈക്കിൾ. ഇതെനിക്ക് ചേച്ചി വാങ്ങിച്ചു തന്നെയാണ് കേട്ടോ. ഞാൻ ലാബിൽ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് ചേച്ചി വാങ്ങിച്ചു തന്നെയാണ്. പിന്നെ ചാച്ചൻ്റെ മരണത്തിനൊക്കെ ശേഷം എനിക്ക് ലാബിൽ ജോലിക്കൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ സന്തത സഹചാരിയായിട്ട് ഇതെൻ്റെ കൂടെ ഇപ്പോഴും ഉണ്ട് കേട്ടോ. എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൽ തന്നെയാണ് ഇപ്പോഴും പോകുന്നത്. അവൻ ആ വാഴയെല്ലാം ഇളക്കിയിട്ട് കേട്ടോ. ഞാനൊരു സൈഡിൽ നിന്ന് തൂത്ത് വൃത്തിയാക്കിക്കൊണ്ട് വന്നപ്പോഴത്തേക്ക് അഹങ്കാരി. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. അതിനുശേഷം നമുക്ക് കുറച്ച് കുറ്റിക്കുരുമുളകുണ്ട്. ഇവിടെ മോട്ടറൊന്നുമില്ല. നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം കോരി തന്നെ എല്ലാത്തിനും വെള്ളം ഒഴിക്കണം. അങ്ങനെ കുറ്റിക്കുരുമുളകിന് ഒഴിക്കാനുള്ള വെള്ളം ഞാൻ എടുക്കുകയാണ് കേട്ടോ. ഞാൻ ചെടിക്ക് ഉണ്ണിക്കണ്ണനെ വിളിച്ചിട്ട് വന്നിട്ട് തന്നെ ഞാൻ ചെടിക്കെല്ലാം വെള്ളം ഒഴിച്ചായിരുന്നു കേട്ടോ. കുറച്ചൊക്കെ വാടി നിൽപ്പുണ്ടായിരുന്നു. അന്നേരം ഞാൻ വെള്ളം കോരി ഒഴിച്ച്. അന്നേരം എനിക്ക് ഈ ഒരു പ്ലാൻ ഇല്ലായിരുന്നു. പിന്നെ ഞാനിരുന്ന് ആലോചിച്ച് ഞാനിങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ലല്ലോ റെസൊല്യൂഷൻസ് ഒക്കെ എടുത്തിട്ടെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ കൂടെ എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ കുറ്റിക്കുരുമുളകിന് വെള്ളം ഒഴിക്കാൻ പോവുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വല ഫുള്ള് ഇല വീണിട്ടുണ്ട് കേട്ടോ. മാവിൻ്റെയൊക്കെ അതെല്ലാം പിറക്കി കളയുവാണ്. ഇവൻ ഈ കിണറ്റിൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത് അത്ര നല്ലതല്ലെന്ന് എനിക്കറിയാം. ഞാൻ പിന്നെ അവനെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി. അതുകൊണ്ട് ഇപ്പം വന്നിരുന്ന ആശം പുല്ല് പറിക്കുകയാണ് കേട്ടോ. പറിക്കുമെന്നൊക്കെ പറയും, പക്ഷേ പുല്ലൊന്നും പറിക്കത്തില്ല കേട്ടോ. ബണ്ണി കളിക്കാനുള്ള ഓരോരോ അടവാണ്. ഇത് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കുരുമുളകായിരുന്നു കേട്ടോ. 5 തൈ ഉണ്ടായിരുന്നു. ഇതിനകത്തിൽ ആദ്യത്തെ ട്രിപ്പ് കുരുമുളക് ഞാൻ പിച്ചി ഉണക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ രണ്ടാമത് പിടിച്ച് വരുവാ കേട്ടോ. അതിനുശേഷം ഞാൻ മുറ്റം തൂക്കാനായിട്ട് ഇറങ്ങി. ഉണ്ണിക്കണ്ണൻ പഠിക്കുന്നേ ഇല്ല, എൻ്റെ പുറകിൽ ഇങ്ങനെ നടക്കും കേട്ടോ. ഞാൻ ഇനി അടുത്ത് ചെന്നിരിക്കാതെ അവൻ എന്തായാലും ഇരുന്ന് എഴുതുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് ഷടപടേ അങ്ങ് തൂക്കാം. അങ്ങനെ ഷടപടേന്ന് തൂത്തിട്ട് കാര്യമില്ലല്ലോ. അതിൻ്റെ ഇടയ്ക്കൊക്കെ പോച്ച വിളിച്ച് ഇപ്പോൾ ഉണ്ട്. അതൊക്കെ ചെറുതായിട്ട് നുള്ളിപ്പിറക്കി പോയാൽ നമുക്ക് ഒത്തിരി ആവുന്നതിന് മുമ്പേ കുറേശ്ശെ അങ്ങ് നുള്ളിപ്പിറക്കാം. അതുകൊണ്ട് കുറച്ച് പോച്ചയും കൊണ്ട് നുള്ളിപ്പിറക്കുന്നുണ്ട്. അങ്ങനെ മുറ്റമൊക്കെ തൂത്ത് വൃത്തിയായി. ഇങ്ങനെ വൃത്തിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിനൊരു കുളിർമയല്ലേ. അല്ലാതെ ഫുള്ള് കരിയിലൊക്കെ ആയിട്ട് കിടക്കുന്ന കാണുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. പിന്നെ ചില സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം ഞാൻ 2 ദിവസം ഇരിക്കുമ്പോഴൊക്കെയാണ് തൂക്കാറുള്ളത്. പക്ഷേ ഇപ്പം ഇല പൊഴിയുന്ന സമയമായതുകൊണ്ട് എന്നും തൂത്തേ പറ്റത്തുള്ളൂ. മുറ്റത്ത് മാവൊക്കെ ഉണ്ടായതുകൊണ്ട് നല്ല ഇലയാണ്. ഞാൻ ആ റോസാപ്പൂവിൻ്റെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഈ കുരുപ്പ് കൊണ്ടുവന്ന് കണ്ണ് അതിൻ്റെ ഇടയ്ക്കൂടെ വെച്ചു. ആർക്കൂന്തലിൽ കുറച്ച് എണ്ണ തേച്ച് അങ്ങോട്ട് പിടിപ്പിക്കാം. ഞാൻ ഇന്നലെ ഷാമ്പു ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പണ്ട് എന്തോരം മുടി ഉണ്ടായിരുന്ന കൊച്ചാണെന്നറിയാമോ. വെറുതെ അഹങ്കാരം ഒന്ന് ലെയർ അടിച്ചതാണ്. പിന്നെ ഇതുവരെ കിളിച്ചിട്ടില്ല. പിന്നെ ഇപ്പം നല്ലപോലെ ഇല കൊഴിയുന്നതിനെക്കാട്ടി സ്പീഡിൽ എൻ്റെ മുടിയും കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് കാണാം, അതാണ്ട് തലയോട്ടി വരെ കാണാം. അമ്മാതിരി പോയി. പിന്നെ കോല് പോലിച്ചിട്ട് നീളം ഉണ്ടെന്നേ ഉള്ളൂ. അതുകൊണ്ട് കാര്യമില്ലല്ലോ. പിന്നെ കുറച്ച് ദിവസം കൊണ്ട് വെയിലത്തുള്ള കറക്കമായതുകൊണ്ട് മുഖമൊക്കെ ഒന്ന് ഇരുണ്ടതുപോലെ തോന്നി. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് സ്കിൻ കെയറും കൂടെ ചെയ്തിട്ട് നമുക്ക് പരിപാലനത്തിനുള്ള വെള്ളം കോരി ബക്കറ്റ് നിറയ്ക്കാം കേട്ടോ. ഇതിന് 3 ബക്കറ്റ് വെള്ളം ആവുമ്പോൾ നമ്മുടെ ബക്കറ്റ് നിറയും. ഇനി നമുക്ക് വെള്ളം കോരി ഒഴിക്കാം. കോരി വെച്ച് 2-3 പാത്രം കഴുകാനുള്ളത് ഞാൻ കഴുകി കേട്ടോ. അപ്പോഴത്തേക്ക് മുഖത്തുള്ളത് ഉണങ്ങി അങ്ങ് പിടിച്ച് അത് നന്നായിട്ട് നമുക്ക് കഴുകി കളയാം. മൂക്കിൻ്റെ അറ്റത്തൊരു കുരു വന്നിട്ട് അതിനാണെങ്കിൽ ഒടുക്കത്തെ വേദനയും. ഇനി മുഖമൊക്കെ നന്നായിട്ട് കഴുകി തുടച്ചപ്പം തന്നെ ഒരു ആശ്വാസമായി. ഇനി നമുക്ക് കുറച്ച് തീടാനുണ്ട്. ഒഴിയുന്ന സമയമായതുകൊണ്ട് തന്നെ നല്ലപോലെ കരിയിലയുണ്ട് കേട്ടോ. ഇതൊരു 3 ദിവസത്തെ കരിയിലയാണ് കേട്ടോ. പിന്നെ നമ്മുടെ വാഴ ഒടിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചുവട്ടിൽ മണ്ണില്ലാതാണെന്ന് തോന്നി ചരിഞ്ഞ് വീണ് അതൊക്കെ ഉണങ്ങി കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ തീടാന്ന് വിചാരിച്ചു. ഞാൻ ആ വട്ടത്തിൽ നടന്നിട്ട് അതിൻ്റെ ഓരോരോ കോർണറിൽ തീ കത്തിച്ച് അങ്ങ് വെച്ചേട്ടോ. എന്നിട്ട് നമ്മുടെ മറ്റേ ഇരുമ്പിൻ്റെ ചൂലുണ്ടല്ലോ അത് കൊണ്ടിട്ട് കരിയിലെല്ലാം അങ്ങോട്ട് നീക്കിയിട്ട് അങ്ങോട്ട് തീയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് ഞാൻ ഉണ്ണിക്കണ്ണനെ പയ്യെ കൊണ്ടുപോയി മേലൊക്കെ കഴിപ്പിച്ച് ഹോംവർക്ക് ചെയ്യിക്കാനായിട്ടിരുത്തി. ഇല്ലെങ്കിൽ അവന് നേരത്തെ ഉറക്കം വരും, അവൻ ഹോംവർക്ക് എഴുതത്തില്ല. പിന്നെ രാവിലെ കിടന്ന് വെപ്രാളം പിടിക്കേണ്ടി വരും. അതുകൊണ്ട് മേലൊക്കെ കഴിപ്പിച്ച് അങ്ങ് ഹോംവർക്ക് ചെയ്യാനായിട്ട് പിടിച്ചിരുത്തി. ഇത് അംഗൻവാടിയിൽ നിന്ന് വന്നപ്പോൾ ഞാൻ എഴുതി വെക്കാൻ പറഞ്ഞത്. തന്നെ എഴുതാൻ അറിയാം, പക്ഷേ എഴുതത്തില്ല. ഞാൻ കൂടെ ഇരിക്കണം. എല്ലാ പിള്ളേരും അങ്ങനെ ആയിരിക്കും, എനിക്കറിയത്തില്ല. ഇതെന്തായാലും ഞാൻ കൂടെ ഇരുന്ന് പറഞ്ഞ് വേണം എഴുതിക്കാനായിട്ട്. അങ്ങനെ എന്തായാലും എഴുതിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു മോന് വിട്ടിരുന്ന് എഴുത്, ഞാൻ പോയി ബെഡ്ഷീറ്റൊക്കെ കുടഞ്ഞ് വിരിച്ച് മാറ്റിയിട്ട് വരാമെന്ന്. 2-3 ദിവസമായി ബെഡ്ഷീറ്റ് മാറ്റിയിട്ട്. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ മാറ്റാമെന്ന് വിചാരിച്ചു. പിന്നെ 2025 തിരിഞ്ഞ് നോക്കിയാൽ എനിക്ക് ലാഭങ്ങളോ നേട്ടങ്ങളോ ഒന്നുമില്ല. എനിക്ക് ഫുള്ള് നഷ്ടങ്ങളാണ്. 2025-24 ഞാൻ
ഏറ്റവും കൂടുതൽ ഞാൻ എനിക്കത് പറയാൻ തന്നെ അറിയത്തില്ല ഏത് രീതിയിലാണ്. ഫിനാൻഷ്യലി ആയാലും മെൻ്റലി ആയാലും ഞാൻ ഒരുപാട് ഡൗൺ ആയ വർഷമാണ് 24, 25 എന്നൊക്കെ പറയുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടം സംഭവിച്ച വർഷമാണ് 24 എന്ന് പറയുന്നത്. ആ നഷ്ടത്തിൽ നിന്ന് ഞാൻ ഇന്നും കരകയറിയിട്ടില്ല. പക്ഷെ നമുക്ക് മുന്നോട്ട് പോയേ പറ്റൂ എന്നുള്ള ആ ഒരു തിരിച്ചറിവ് കൊണ്ട് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഹോംവർക്ക് എഴുതാനെന്നും പറഞ്ഞ് ഞാൻ അപ്പുറം തിരുത്തിയിട്ട് വന്ന മുതലാണ് ഇവിടെ നിന്ന് കളിക്കുന്നത്. ഇപ്പോൾ അവന് ഉറക്കം വരുന്നതെന്നാണ് അവൻ പറയുന്നത്. പിന്നെ അമ്മയും വന്ന് കുറച്ച് സമയം കളിക്കട്ടെന്ന് ഞാൻ വിചാരിച്ച് ആ സമയം കൊണ്ട് ഞാൻ ഓടിപ്പോയി കുളിച്ചിട്ടൊക്കെ വന്ന്. മുടിയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തോർത്തി അറഞ്ഞും തല്ലിയാലേ എൻ്റെ മുടിയിൽ വെള്ളം പോത്തോളൂ കേട്ടോ. അമ്മ പറയുന്നത് മുടിയിൽ വെള്ളം തോരുന്നില്ലെങ്കിൽ കണ്ണീരൊരിക്കലും തോരത്തില്ലെന്നാണ്. എന്തൊക്കെ അവരുടെ ഓരോരോ വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ അതൊക്കെ സത്യങ്ങളാണല്ലോ. പിന്നെ ഞാൻ മുടിയൊക്കെ ഒന്ന് കോതി വൃത്തിയാക്കിയിട്ട് ഉണ്ണിക്കണ്ണനെ എഴുതാനായിട്ട് വിളിക്കാൻ ചെന്നപ്പോൾ ഉണ്ട് ദാണ്ട് ഇവിടെ കിടക്കുന്നത്. എനിക്ക് ഉറക്കം വരുന്നു, ഞാൻ എഴുതുന്നില്ലെന്നും പറഞ്ഞു. ഇത് കള്ളത്തരമാണ്. അത് 100% എനിക്ക് ഉറപ്പുണ്ട്. അപ്പം ഞാൻ ഇനി ഇവനുമായിട്ട് എഴുതാൻ പോയിരിക്കട്ടെ. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കൂടെ കൂടിക്കോ. ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.